സിബിന് സത്യത്തിൽ ഗബ്രിയോടും അർജുനോടും ഈക്വലി ഭയങ്കര ദേഷ്യമുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, സിബിൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഗബ്രിക്കും ജാസ്മിനും തമ്മിലുള്ള ഒരു റിലേഷൻ, അതുപോലെ തന്നെ നമ്മുടെ അർജുൻ ശ്രീതു തമ്മിലുള്ള ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അത് പ്രേക്ഷകരായിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷെ ഇപ്പോൾ അവരത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻസ് ബ്രേക്ക് ചെയ്യണം. മാത്രമല്ല, ഈ പറഞ്ഞ സിബിൻ ഇവിടെ എന്തെങ്കിലും ഒരു റിലേഷൻ സെറ്റാക്കണം. അത് ഞാൻ തന്നെ പറഞ്ഞ കാര്യമല്ല, സിബിൻ വന്ന് ആദ്യം ആ വീക്ക് പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ വീക്ക് പറഞ്ഞ കാര്യമാണിത്. എനിക്കിവിടെ ആരെങ്കിലും സെറ്റാക്കണമെന്ന്. ആദ്യം നോറയാണ് നോക്കിയത്. നോറ പിടി കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ശ്രീധുവിനെടുത്തിട്ട് ഒന്ന് ചായഞ്ഞു. ശ്രീധുവും ആൾ പിടി തരില്ല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ എങ്ങും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ സിബിൻ്റെ കാര്യം. അതുകൊണ്ട് തന്നെ സിബിന് ഈ പറഞ്ഞ നമ്മുടെ അർജുനോടും ഗബ്രിയോടും നല്ല ദേഷ്യമുണ്ട് കേട്ടോ. കാര്യം ഇന്ന് തന്നെ നിങ്ങളൊന്ന് എടുത്ത് നോക്കൂ. കാര്യം ഗബ്രി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടാർഗറ്റ് അർജുനാണ്. ഈ അർജുനും ഗബ്രി മാത്രമേ ഉള്ളൂ സിബിൻ്റെ ടാർഗറ്റ്. അതും മുന്നിലേക്ക് ഇറങ്ങി കളിക്കാനുള്ള ഒരു മടിയുണ്ട്. പ്രേക്ഷകർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ റിയൽ ക്യാരക്ടർ പുറത്തേക്ക് വരുമോ എന്നൊക്കെയുള്ള പേടി സിബിനുണ്ട്. പക്ഷേ മുക്കാൽ ഭാഗവും റിയൽ ക്യാരക്ടർ വന്നു കഴിഞ്ഞു. ഇതാണ് സിബിൻ. ഈ ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിനകത്ത് ഇതുപോലത്തെ ഒരു ക്യാരക്ടറുണ്ട്. അത് ഓരോ നിമിഷവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സിബിൻ കയറി വന്നപ്പോൾ പറഞ്ഞത്, എനിക്കിവിടെ കുറേ ഫണ്ണാക്കണം, എനിക്ക് ഭയങ്കര രസമാക്കണം എന്ന് പറഞ്ഞ ആളാണ് സിബിൻ. സെയിം പൂജ അങ്ങനെ തന്നെയാണ്. പക്ഷെ വന്ന് കയറി അപ്പോഴൊട്ട് അടിയും തുടങ്ങിയ ടീംസാണ് ഇവരൊക്കെ. അപ്പോൾ സിബിൻ ഏത് സമയം പറയുന്നത് നമ്മുടെ ഗബ്രി അതേപോലെ ജാസ്മിൻ അതുപോലെ അർജുൻ, മോറായിട്ട് പറയുന്നത് അർജുനും ഗബ്രിയും. ജാസ്മിൻ ഇച്ചിയുടെ ബാക്ക്ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്കിത് ഫീൽ ചെയ്ത് 15 വയസ്സായില്ലേ ആൾക്ക് കിട്ടുന്നില്ല. ഇവർക്കൊക്കെ ഇവിടെ വന്ന് സെറ്റായല്ലോ, എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊരു തോന്നൽ സിബിനുണ്ട്. അത് ഒരു റിയാലിറ്റിയാണത്. അതുകൊണ്ട് തന്നെ ശ്രീധുവിനെ മാക്സിമം അർജുനിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരിക്കലും ജാസ്മിൻ ഗബ്രി റിലേഷൻ അകലില്ല, അത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരോട് ഒരുപാട് സ്ട്രോങ് ആയിട്ട് തന്നെ സിബിൻ പെരുമാറും. നമുക്ക് നോക്കാം ഇനി നടക്കുന്ന എന്താണെന്ന്. പക്ഷേ ഇവിടെ നമ്മുടെ അർജുനെതിരെ പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ്. അത് ജാൻമണി പറഞ്ഞതാണെങ്കിൽ അർജുൻ ഒരു പ്ലേ ബോയ് ആണെന്ന് പറഞ്ഞത്. അത് ഈ വീക്ക് ലാലേട്ടൻ എന്തായാലും ചോദിച്ചേ പറ്റത്തുള്ളൂ. കാര്യം അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇത്രയധികം മോശം പറഞ്ഞിട്ട് അത് ചോദിച്ചില്ലെങ്കിൽ അത് ബിഗ് ബോസ് എന്ന ഷോയെ തന്നെയാണ് ബാധിക്കുന്നത്. കാര്യം ഇത്രയും ഒരു ഷോയിലേക്ക് പങ്കെടുക്കാൻ വന്നിട്ട് ആ ഷോയിൽ വന്ന് തനിക്ക് ചീത്തപ്പേരായിട്ട് തിരിച്ചു പോകുന്നത്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ, അവിടെ വന്ന് പെരുമാറ്റത്തിലൂടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ. ഇത് ഒന്നും അല്ലാതെ വേറൊരാൾ ചുമ്മാ ഒന്ന് ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും വായത്തോന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഒരാൾ ലൈഫ് നശിപ്പിക്കുക ശരിയല്ല അല്ലേ? അപ്പോൾ ജാൻമണിക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. എന്തായാലും ഒരു മാസം കൊണ്ട് നമ്മൾ അർജുനെ കാണുന്നുണ്ട്. അർജുൻ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്യാരക്ടർ. അതല്ല, അർജുൻ വലിയ ഫേക്കാണ്, മുഖം മൂടി ഇട്ട് നടക്കുവാണ്, അത് വലിച്ച് കീറുമെന്നാണ് ജാൻമണി സിബിനും പറയുന്നത്. നമുക്ക് നോക്കാം ഇനി എന്താണ് അർജുൻ്റെ റിയൽ ഫേസ്, എന്താണ് മുഖം മൂടി എന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.